അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ബീഫ് കബാബ് ഉണ്ടാക്കി നോക്കാം. 1/2 കിലോ ബീഫാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള 1/2 കിലോ ബീഫ് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 6 ഉണക്കമുളകും 2 സവാളയും ഒരു അരക്കപ്പോളം കടലപ്പരിപ്പും 4 ഏലക്ക, കുറച്ച് കുരുമുളകും ഒരു പട്ടയും 1 സ്പൂണോളം മുളക് പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 സ്പൂണോളം മല്ലിപ്പൊടിയും 1 സ്പൂണോളം ഗരം മസാലപ്പൊടിയും ജീരകം വറുത്ത് പൊടിച്ചത് 1/2 സ്പൂണോളം 1 സ്പൂണോളം ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊരു 6 വിസിൽ വരെ വയ്ക്കാം. ബീഫ് ആയതുകൊണ്ട് ഒരു 6 വിസിൽ വരെ വേണം. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. വെന്ത് കിട്ടിയ ബീഫ് ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ടൊക്കെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞ് 2 സവാള നല്ലോണം വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയും പുതിനയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണോളം ചില്ലി ഫ്ലെക്സും 1 കോഴിമുട്ടയും ഈ സമയം ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇത് ഓരോന്നും കുറച്ച് വലിയ ബൗൾസാക്കി എടുക്കാം. കബാബ് കുറച്ച് നല്ല വണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിനനുസരിച്ച് നമുക്ക് കബാബിൻ്റെ വണ്ണത്തിൽ ഓരോന്നും പരത്തി ഇതേപോലെ മാറ്റി വയ്ക്കാവേ. ഇത് ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോന്നും ഇതേപോലെ വെച്ച് കൊടുക്കാം. വെന്ത ഒരു ബീഫായതുകൊണ്ട് നമുക്കിത് ഒരുപാട് നേരം അങ്ങ് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ ഈ ബീഫിൻ്റെ കബാബ്സ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കിയത് ഒരു കണ്ടെയ്നറിൽ ആക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ ഒരു 2 മാസം വരെയൊക്കെ നമുക്ക് ആവശ്യത്തിന് ഒരു അരമണിക്കൂർ മുന്നേ പുറത്ത് വെച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് ചൂടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാമേ. ഞാനിവിടെ ഇപ്പോൾ കുബൂസിൻ്റെ കൂടെ ആട്ടോ കഴിക്കുന്നത്.